ക്രിസ്തു ശിഷ്യനും ഭാരതത്തിന്റെ അപ്പസ്തോലനുമായ തോമാസ് ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ചരിത്രത്താളുകളിൽ ഇടം നേടിയ മധ്യകേരളത്തിലെ അതിപുരാതനമായ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മലയാറ്റൂരിനടുത്തുള്ള ചിന്നമല എന്നറിയപ്പെട്ടിരുന്ന ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച തട്ടുപാറ എന്ന പുണ്യഭൂമിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ പാദമുദ്രകൾ ആദ്യമായി കണ്ടെത്തിയതും മലയാറ്റൂരിനേക്കാൾ മുൻപ് അത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ അനുയായികൾ വണങ്ങപ്പെട്ടതുമായ തട്ടുപാറ മലമുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോയിലൂടെ തട്ടുപാറ പള്ളിയെയും അതിന്റെ ചരിത്രം, പ്രത്യേകതകൾ, അവിടെ എന്തെല്ലാം കാണാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് കണ്ടുവരാം. അങ്കമാലിയിൽ നിന്ന് മഞ്ഞപ്രയിലേക്ക് എത്തുകയും മഞ്ഞപ്രയിൽ നിന്ന് ചുള്ളി വഴിയിലൂടെ ഏകദേശം 5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോൾ മേരിഗിരി എന്ന പള്ളിയുടെ അടുത്തെത്തുന്നു. മേരിഗിരി പള്ളിക്ക് മുൻപ് വലതുവശത്തേക്ക് കനാൽ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ തട്ടുപാറ പള്ളിയുടെ മുകളിലേക്ക് നമുക്ക് എത്താം. അപ്പൊ മലയൊന്നും ചവിട്ടി കയറേണ്ട, നേരെ മുകളിലേക്ക് എത്താൻ പറ്റും. കാറെല്ലാം അവിടെ മുകളിലത്തെ പള്ളിയുടെ അടുത്ത് വരെ എത്തുന്നതാണ്. ഇതല്ല, കുരിശിന്റെ വഴിയൊക്കെ ചെല്ലി വിശ്വാസപൂർണ്ണമായി മല കയറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മേരിഗിരി പള്ളിയുടെ ഫ്രണ്ടിലൂടെ വീണ്ടും ഒരു 2 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചു കഴിയുമ്പോൾ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് തട്ടുപാറ പള്ളിയിലേക്കുള്ള മലകയറ്റം ആരംഭിക്കാവുന്നതാണ്. വെറും 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ മലയുടെ ഉയരം. ഇത് 14 സ്ഥലവും നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇതേപോലെ ഒരു ബോർഡ് കാണാം. തോമാസ് ലീഹായുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലമാണിത്. ഇവിടെ തൊട്ട് താഴെയായിട്ട് തോമാസ് ലീഹായുടെ പാദമുദ്ര നമുക്ക് കാണാനും പറ്റും. അതിന്റെ ഫ്രണ്ടിലായിട്ട് തോമാസ് ലീഹായുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫ്ലെക്സും കാണാം. ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ഇതൊക്കെ അവിടെ പണി നടക്കുന്നതിന്റെ ഒരു ലക്ഷണങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിമെന്റ് തറയെ കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ഇതാണ് തോമാസ് ലീഹായുടെ കാൽപാദം പതിഞ്ഞ കാൽപ്പാട്. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഉപ്പൂറ്റി വരുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വിരലുകളുടെ ഭാഗവും ഇതാണ് തള്ളവിരലായിട്ട് വരുന്നത്. ഇതാണ് തോമാസ് ലീഹായുടെ കാൽപാദം എന്ന് കരുതി വണങ്ങപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടെ തോമാസ് ലീഹായുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് മുകളിലേക്ക് കയറണം. നമ്മുടെ തട്ടുപാറ പള്ളിയിലേക്കൊക്കെ പോകാനായിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറണം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോമാസ് ലീഹായുടെ മറ്റൊരു വലിയ പ്രതിമ അവിടെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ മലയുടെ മുകളിലുള്ള തട്ടുപാറ പള്ളിയാണ് നിങ്ങൾ ഇത് കാണുന്നത്. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കൽക്കുരിശും അതേപോലെ ഒരു കൊടിമരവും ഉണ്ട്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ബെഞ്ചൊക്കെ ഇവരിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വലതുവശത്ത് ക്രിസ്തുവിന്റെ ഒരു വലിയ രൂപവും അതേപോലെ പള്ളിയുടെ നേരെ മുൻപിലായിട്ട് തോമാസ് ലീഹായുടെ ഒരു വലിയ രൂപവും ഉണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ദുഃഖവെള്ളിയാഴ്ചയാണ്. ഇവിടെ നഗരി കാണിക്കൽ, കർത്താവിന്റെ മരണത്തിന് ശേഷമുള്ള നഗരി കാണിക്കൽ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തോമാസ് ലീഹായുടെ പള്ളിയിലെ രൂപം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ യേശുവിന്റെ നഗരി കാണിക്കലിന്റെ ഭാഗമായിട്ട് വന്ന ശവമഞ്ചവും ഇവിടെ ഉണ്ട്. ഇതാണ് തട്ടുപാറ പള്ളിയിലെ അതിപുരാതനമായ തോമാസ് ലീഹായുടെ രൂപമാണിത്. മറ്റൊരു ഉപകരണമാണ് തോമാസ് ലീഹയുടെ കയ്യിലിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ഈ പള്ളിയുടെ മുൻപിൽ നിന്നുള്ള അതിമനോഹരമായ ഒരു വ്യൂ ആണിത്. ശരിക്കും ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട്, ഒരു മലയുടെ മുകളിലൊക്കെ നിന്നുകൊണ്ട് താഴെയുള്ള പ്രദേശങ്ങൾ നോക്കി കാണുന്ന പോലെ, ഒരു ഡ്രോൺ ഷൂട്ടിലൊക്കെ കാണുന്ന പോലെ നമുക്ക് അതിമനോഹരമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒത്തിരി പേര് ഇവിടെ വന്ന്, ഇത് ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ടും അതല്ലാതെയും ഒത്തിരി പേര് ഇവിടെ വന്ന് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ല തണുത്ത ഒരു കാറ്റും ഇവിടെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേര് അതിനായിട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഈ പാറയുടെ മുകളിൽ, ഈ മലയുടെ മുകളിൽ രാജാവിന്റെ ശംഖുമുദ്ര പതിപ്പിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. രാജാവ് ഇത് പള്ളിക്ക് പതിച്ചു കൊടുത്തപ്പോൾ, ഇത് തീറ എഴുതി കൊടുത്തപ്പോൾ ഇവിടെ രാജാവിന്റെ ശംഖുമുദ്ര പതിച്ചിട്ടുണ്ട്. ഇത് രാജമുദ്രയാണ്. ഇത് സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇപ്പോഴും. ഇതിന്റെ ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവിന്റെ രാജമുദ്രയായ ശംഖുമുദ്രയാണ് ഇത് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത്. AD 1501 ഇതിവിടെ പതിപ്പിച്ചത്.
ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഇടത്തെ വശത്തേക്ക് താഴത്തേക്ക് മല കുറച്ച് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴാണ് തോമസ് ലീഹ വിശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടേക്കുള്ള വഴി അല്പം കുത്തിനുള്ള ഇറക്കമാണ്. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. അല്പം വഴുതി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവിടേക്ക് ഇറങ്ങി പോവാം. നമുക്കൊന്ന് അവിടേക്ക് ഇറങ്ങിപ്പോയി ആ ഗുഹയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയാണ് ആ ഗുഹ. ഗുഹയുടെ അടുത്തും ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് തോമസ് ലീഹായുടെ. ഇപ്പൊ ഗുഹയുടെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്, നമുക്ക് അങ്ങോട്ട് കയറി പോകാനൊന്നും പറ്റില്ല. അതേപോലെ ഭയങ്കര ദുർഗന്ധമൊക്കെ ഉണ്ട്. മിക്കവാറും വവ്വാലുകളൊക്കെ ആയിരിക്കുള്ളൂ ഇപ്പൊ അതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ ഗുഹ ഒരു ഇടിഞ്ഞ പോലെയാണ് കിടക്കുന്നത്. അതൊന്ന് താഴത്തേക്ക് ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിലെ അകത്തേക്ക് അധികം പോകാനൊന്നും പറ്റില്ല. ഗുഹയുടെ മുൻപിൽ വന്ന് നമുക്ക് ഇതേപോലെ നിന്ന് കാണാനൊക്കെ പറ്റും, ഗുഹ കാണാനൊക്കെ പറ്റും. പക്ഷെ അതിന്റെ അകത്തേക്ക് അധികം കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല ഇരുട്ടും അതേപോലെ ഭയങ്കര ദുർഗന്ധമൊക്കെ ഉണ്ട്. ഗുഹയുടെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോമസ് ലീഹായുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്തും ഈ ഗുഹയുടെ ചരിത്രം എന്താണെന്നുള്ളതും ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. തോമസ് ലീഹ വിശ്രമിച്ച ഗുഹ എന്ന പേരിലാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പള്ളിയുടെ വലതുവശത്തുള്ള കർത്താവിന്റെ വലിയൊരു രൂപമാണിത്. ഇവിടെ വന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന ആളുകൾ. ഇവിടെ നിന്നുള്ള വ്യൂവും അതിമനോഹരമാണ്. ഇവിടെ തന്നെയുള്ള ശംഖിന്റെ ആകൃതിയിൽ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന മറ്റൊരു രാജമുദ്രയാണിത്. ഇതും ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ്. അപ്പം ഇതും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ 2 സ്ഥലത്ത് ഇങ്ങനെ ശംഖ് രാജമുദ്രയായിട്ട് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് തട്ടുപാറ പള്ളിയുടെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ഇതാണ് തട്ടുപാറ പള്ളി. രാത്രിയിൽ ഇങ്ങനെയാണ്. ഇവിടെ അധികം വെട്ടമൊന്നുമില്ല. തട്ടുപാറ പള്ളിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അൾത്താരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൾത്താര ഇപ്പോൾ പണി നടക്കുന്നതിനാൽ ഇവിടെ കുർബാനയൊന്നും കാണുന്നില്ല. ഇതല്ലെങ്കിൽ സാധാരണ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വൈകുന്നേരം 6 മണിക്ക് കുരിശിൻ്റെ വഴിയും അതേ തുടർന്ന് ഇവിടെ കുർബാനയും നൊവേനയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അൾത്താര ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല. ഇതാണ് തോമസ് ലീഹായുടെ നേരത്തെ നമ്മൾ കണ്ട രൂപമാണിത്. ഇതിപ്പോൾ പള്ളിയുടെ അകത്തേക്ക് അവർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് തട്ടുപാറ പള്ളിയുടെ പഴയ അൾത്താര. ഇത് തട്ടുപാറ പള്ളിയുടെ ചരിത്രം വിവരിച്ചുകൊണ്ടുള്ള ഒരു നോട്ടാണ്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. തട്ടുപാറ പള്ളിയെ പറ്റി കൂടുതൽ അറിയാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു പുണ്യസ്ഥലമായി കരുതുന്നുണ്ടെങ്കിലും ഈ സീസൺ അല്ലാത്ത സമയത്ത്, നോമ്പുകാലം അല്ലാത്ത സമയത്ത് ഒത്തിരി പേര് ഇവിടെ ടൂറിസ്റ്റുകൾ എന്ന രീതിയിലൂടെ വരാറുണ്ട്. പക്ഷെ വരുന്നതിൽ ഒരു വളരെ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഇത് പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഇരുന്ന് മദ്യപിക്കുക, അതേപോലെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇവിടെ തന്നെ വലിച്ചെറിയുക, ബീർ കുപ്പികളൊക്കെ ഇവിടെ ഇട്ട് പൊട്ടിച്ച് ഇവിടെ തന്നെ ചില്ലുകളൊക്കെ ഇടുക, അങ്ങനെ പല രീതിയിലുള്ള പരിസ്ഥിതിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് കുറച്ച് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായി നമുക്ക് സംരക്ഷിച്ചു പോരാനായിട്ട് സാധിക്കും. അതേപോലെ ഇതൊരു വിശ്വാസപൂർണമായ ഒരു സ്ഥലമായും അതേപോലെ കാഴ്ചയ്ക്കും അതിമനോഹരമായ ഒരു സ്ഥലമായും നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് തട്ടുപാറയെ പറ്റിയുള്ള നമ്മുടെ ചെറിയ അറിവും മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Like and subscribe, comment and share.